29 വർഷത്തെ അധ്യാപക ജീവിതത്തിനൊടുവിൽ വിരമിക്കുന്ന നാഷണൽ സർവീസ് സ്കീം ടെക്നിക്കൽ സെൽ മുൻ സ്റ്റേറ്റ് പ്രോഗ്രാം കോർഡിനേറ്റർ ഡോക്ടർ അബ്ദുൽ ജബ്ബാർ അഹമ്മദിന് കുറ്റിപ്പുറം ടെക്നിക്കൽ ഹൈസ്കൂളിൽ യാത്രയയപ്പ് നൽകി. ചടങ്ങിൽ സംബന്ധിക്കാൻ ജബ്ബാർ അഹമ്മദിന്റെ മുൻ വിദ്യാർത്ഥിനിയായ തിരുവനന്തപുരം കോർപ്പറേഷൻ മേയർ ആര്യ രാജേന്ദ്രനും എത്തിയിരുന്നു. തന്റെ മുൻ അധ്യാപകന്റെ മേന്മകൾ എണ്ണിപ്പറഞ്ഞും അദ്ദേഹത്തോടും പഴയ സഹപാഠികളോടും ഒപ്പം ഏറെ നേരം ചിലവിട്ടുമാണ് ആര്യ മടങ്ങിയത്. പ്രിയ അധ്യാപകനും സുഹൃത്തുക്കൾക്കുമൊപ്പം സെൽഫിയെടുത്ത് ജബ്ബാറിനൊപ്പമുള്ള നിമിഷങ്ങൾ ആര്യ അവിസ്മരണീയമാക്കി. എല്ലാ വിദ്യാർത്ഥികളെയും തന്റെ സ്വന്തം മക്കളെ പോലെ കാണുകയും ഒരേപോലെ അവരോട് പെരുമാറുകയും ചെയ്യുന്നതായിരുന്നു അബ്ദുൽ ജബ്ബാറിന്റെ ഏറ്റവും വലിയ സവിശേഷതയെന്ന് ആര്യ രാജേന്ദ്രൻ പറഞ്ഞു. നൽകിയിട്ടുള്ള വലിയ പിന്തുണ ഞാൻ ഈ സമയത്ത് ഓർക്കുകയാണ്. തിരുവനന്തപുരം കോർപ്പറേഷൻ നിങ്ങൾക്കറിയാം, കേരളത്തിലെ ഏറ്റവും വലിയ തദ്ദേശ സ്വയംഭരണ സ്ഥാപനമാണ്. പെട്ടെന്ന് എളുപ്പത്തിൽ ചില കാര്യങ്ങളൊന്നും അവിടെ നടക്കില്ല, സാധാരണ മറ്റിടത്ത് നടക്കുന്ന പോലെ. അങ്ങനെ പല പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഒക്കെ വരുമ്പോൾ സാറിന്റെ ഒരു മെസ്സേജ് ഉണ്ടാകും, ഇതും അതിജീവിക്കാൻ, ഇതും നേരിടാൻ എന്റെ കുഞ്ഞിന്, എന്റെ മകൾക്ക് കഴിയും എന്ന സന്ദേശത്തിലാണ് സാർ അത് പറയുക. സാറ് എന്നെ മാത്രമല്ല, സാറിന്റെ കൂടെ പ്രവർത്തിച്ചിരുന്ന എല്ലാ കുഞ്ഞുങ്ങളോടും അതേ വാത്സല്യം തന്നെയാണ് കാണിച്ചിരുന്നത്. അദ്ദേഹത്തിന്റെ മകനെ പോലെ, മകളെ പോലെ ഞങ്ങളെല്ലാം കണ്ടു എന്നുള്ളത് അദ്ദേഹത്തിന്റെ അധ്യാപന ജീവിതത്തിൽ അദ്ദേഹം മുന്നോട്ട് വെച്ച ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായി ഞാൻ കാണാൻ ആഗ്രഹിക്കുകയാണ്. അക്ബർ അക്കാദമി ഓഫ് എയർലൈൻ സ്റ്റഡീസ്, ഓപ്പോസിറ്റ് ടൗൺ ഹാൾ, തിരൂർ. തിരുവനന്തപുരം LBS എഞ്ചിനീയറിംഗ് കോളേജ് വിദ്യാർത്ഥിയായിരിക്കെയാണ് ആര്യ അബ്ദുൽ ജബ്ബാറിന്റെ ശിഷ്യയാകുന്നത്. 2017 അബ്ദുൽ ജബ്ബാറിന്റെ നേതൃത്വത്തിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ സംഘടിപ്പിച്ച NSS പുനർജനി ക്യാമ്പിൽ ആര്യയും പങ്കെടുത്തിരുന്നു. ക്യാമ്പിലെ മികച്ച കേഡറ്റായിരുന്നു ആര്യ. പുനർജനി ക്യാമ്പ് ഓർമ്മകളും ആര്യ പങ്കുവച്ചു. ഞങ്ങൾക്ക് എല്ലാവർക്കും പോകാൻ സാധിച്ചു. അവിടെ ക്യാമ്പിൽ ഇവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെ ക്യാമ്പിന് മുൻപും സാറിനെ അറിയാമെങ്കിൽ ക്യാമ്പ് കഴിയുമ്പോൾ ഉണ്ടാകുന്ന സാറിനോടുള്ള അടുപ്പവും ക്യാമ്പിന് മുൻപിലുള്ള അടുപ്പവും തമ്മിൽ തന്നെ വലിയ വ്യത്യാസമുണ്ട്. അപ്പൊ ആദ്യം നമ്മൾ പറയും, പൊതുവെ രാഷ്ട്രീയക്കാരെ സംബന്ധിച്ചും പറയുന്നത് ഞങ്ങൾ കുറച്ച് ഗൗരവമുള്ള ആളുകളെന്നാണ്. ഞങ്ങളൊക്കെ അത് പൊതുവെ കേൾക്കുന്നവരാണ്. അതുപോലെയായിരുന്നു ഞങ്ങളുടെയൊക്കെ മനസ്സിൽ സാറിനെ പറ്റിയുള്ള ധാരണ. സാറ് വളരെ ഗൗരവത്തോടുകൂടി കാര്യങ്ങളെ കാണുകയും ആ കാര്യങ്ങളെ ഫലപ്രദമായി NSSന്റെ ഭാഗമായി തന്നെ ചിട്ടയായ പ്രവർത്തനം ഏറ്റെടുക്കുന്നതിൽ നമ്മളെ എല്ലാം മുന്നോട്ട് നയിക്കുന്നതിൽ സാർ വലിയ പങ്കാണ് വഹിച്ചിട്ടുള്ളത്. എക്സസൈസും മറ്റു കാര്യങ്ങളും ഒക്കെ ഉണ്ട്, ക്യാമ്പിൻ്റെതായിട്ടുള്ള പ്രവർത്തനങ്ങളുണ്ട്. എല്ലാം തീരുമാനിച്ച സമയപ്രകാരമാണ് നടക്കുന്നത്. അപ്പോൾ ഒരു വിദ്യാർത്ഥി ജീവിതത്തിൽ ഏറ്റവും പ്രധാനമായി വേണ്ട ഒരു കാര്യം ചിട്ടയായി കാര്യങ്ങൾ ചെയ്യുക എന്നത് NSSന്റെ ഭാഗമായി കൂടി ഉണ്ടാകുന്നതാണ്. അങ്ങനെ ചിട്ടയായി കാര്യങ്ങൾ ചെയ്യാൻ സാറിന്റെ നേതൃത്വത്തിൽ അന്ന് ഈ പുനർജനി ക്യാമ്പിന്റെ ഭാഗമായി ഞങ്ങൾക്ക് എല്ലാവർക്കും സാധിച്ചു. അതികഠിനമായി തോന്നുന്ന ചില പ്രവർത്തികൾ പോലും വിദ്യാർത്ഥികളായിരുന്ന ഞങ്ങളെല്ലാവരും ചേർന്ന് നിന്നുകൊണ്ട് കോഴിക്കോട് മെഡിക്കൽ കോളേജിനകത്ത് നമുക്ക് ചെയ്യാൻ വേണ്ടി സാധിച്ചു. ഡോക്ടർ അബ്ദുൽ ജബ്ബാർ ഏപ്രിൽ 30 ഔദ്യോഗികമായി വിരമിക്കുന്നത്. തിരൂർ മംഗലം കൂട്ടായിലെ CN അഹമ്മദ് കോയ, PK മറിയക്കുട്ടി ദമ്പതിമാരുടെ ഏക മകനായ ഡോക്ടർ അബ്ദുൽ ജബ്ബാർ അഹമ്മദ് രാഷ്ട്രപതി സമ്മാനിക്കുന്ന മികച്ച NSS പ്രോഗ്രാം കോർഡിനേറ്റർക്കുള്ള ഇന്ദിരാഗാന്ധി ദേശീയ പുരസ്കാരം തുടർച്ചയായി 3 തവണ നേടിയിട്ടുള്ളയാളാണ്. 2019 സംസ്ഥാന സർക്കാരിന്റെ ഗുഡ് സർവീസ് എൻട്രി ലഭിച്ചിരുന്നു. യാത്രയയപ്പ് ചടങ്ങിൽ തിരൂർ സബ് കളക്ടർ ദിലീപ് കൈനിക്കര, മുൻ വിദ്യാഭ്യാസ മന്ത്രി PK അബ്ദുറബ്, ജില്ലാ പഞ്ചായത്ത് അധ്യക്ഷ MK റഫീഖ, അഡ്വക്കേറ്റ് P നസ്രുള്ള, NSS റീജിയണൽ ഡയറക്ടർ എല്ലപ്പ OP, സ്റ്റേറ്റ് ഓഫീസർ ഡോക്ടർ അൻസർ, സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പ് റീജിയണൽ ഡയറക്ടർ JS സുരേഷ് കുമാർ, മുൻ ഡെപ്യൂട്ടി ഡയറക്ടർ AS ചന്ദ്രകാന്ത ബ്രഹ്മനായകം മഹാദേവൻ തുടങ്ങിയവർ സംസാരിച്ചു. കുറ്റിപ്പുറം ടെക്നിക്കൽ സൂപ്രണ്ട് P ജയപ്രസാദ്, ജിനേഷ്, അൻവർ, KP റിയാസ്, സിദ്ധാർത്ഥൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. എഡിറ്റർ ലൈവ്, കുറ്റിപ്പുറം. ഇന്ത്യയിലും വിദേശത്തും എയർലൈൻ, എയർപോർട്ട്, കാർഗോ, ലോജിസ്റ്റിക്സ്, ട്രാവൽ ഏജൻസി എന്നീ മേഖലകളിൽ ഉയർന്ന ജോലി സാധ്യതയുള്ള അന്താരാഷ്ട്ര നിലവാരമുള്ള കോഴ്സുകൾക്ക് വേൾഡ് വൈഡ് ടോപ്പ് 10 ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രീമിയർ സർക്കിൾ മെമ്പർ അക്ബർ അക്കാദമി ഓഫ് എയർലൈൻ സ്റ്റഡീസ്, ഓപ്പോസിറ്റ് ടൗൺ ഹാൾ, തിരൂർ. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കുക 9388221922. ട്രാവൽ ആൻഡ് ടൂറിസം ഏവിയേഷൻ രംഗത്ത് ഉയർന്ന ജോലി സാധ്യതയുള്ള 3-year ഡിഗ്രി കോഴ്സുകൾ നൽകുന്ന മലബാറിലെ ആദ്യത്തെ എയർലൈൻ ഡിഗ്രി ക്യാമ്പസായ അക്ബർ കോളേജിൽ വിവിധ കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു.